My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 343 എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ബാപ്റ്റീഷ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അക്യൂട്ട് റെമഡിയാണ്, ആൻറ്റിസോറിക് അല്ല. പക്ഷേ വളരെ വേഗത്തിൽ മറ്റ് പല ഔഷധങ്ങളെക്കാളും വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണിത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വരികയും ജീവന് ഭീഷണി ഉണർത്തുകയും ചെയ്യുന്ന പല രോഗാവസ്ഥകളെയും ഈ ഔഷധം കവർ ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും ഒരു ജീവൻ രക്ഷാ ഔഷധമായി പോലും വരുന്ന ഈ ബാപ്റ്റീഷ്യയെക്കുറിച്ച് കെൻഡ് എന്താണ് തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതെന്ന് നമുക്ക് ശ്രമിക്കാം. Baphtysia is suitable for acute diseases. It is principally a short-acting medicine suitable for complaints that are not long-lasting. അതായത് സുസ്ഥിരമായിട്ട് നിലനിൽക്കാത്ത, സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവമില്ലാത്ത രോഗാവസ്ഥകൾക്കാണ് ഈ ഔഷധം ഉപകരിക്കുന്നത്. So far as we know, it is not an antisoric. Does not go deep into the life. ഇതൊരു ആൻറ്റിസോറിക് അല്ല, ജീവൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന വൈറ്റാലിറ്റിയുടെ സ്ഥായിയായ മാറ്റങ്ങളുമായിട്ട് ഇടപെട്ട് അതിനെ ക്രമപ്പെടുത്താനുള്ള പ്രാപ്തി അതിനില്ല. ഇത് സൂപ്പർഫ്ലൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ്. All of its acute diseases and complaints have the appearance of zymosis, like scarlet fever, diphtheria, typhoid and gangrenous complaints. സൈമോസിസ് പലയൊരു പകർച്ചവ്യാധികൾ, പകർച്ചപ്പനികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്കാർലറ്റ് ഫീവർ, ചെമ്പനി, ഡിഫ്തീരിയ, ടൈഫോയിഡ്, ഗാംഗ്രിനസ് കംപ്ലൈൻസ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊക്കെ പലതും ഇപ്പോഴും ജീവന് ഭീഷണി ഉയർത്തുന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഡിഫ്തീരിയയും മറ്റുമൊക്കെ ബാധിച്ച് പലരും മരിച്ച സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. ഈ സ്കാർലറ്റ് ഫീവർ ഇവിടെ അധികം കേട്ടിട്ടില്ല. ഞാനിത് ഓർഗനിൽ വായിക്കുമ്പോൾ എന്താണ് സ്കാർലറ്റ് ഫീവർ എന്നറിയാൻ പലരോടും ചോദിച്ചിട്ടും അവർക്കത് അറിയില്ലായിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 വർഷം മുമ്പ് സ്കാർലറ്റ് ഫീവർ വീണ്ടും കേരളത്തിലടക്കം പലയിടത്തും വന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. There is one thing that is unusual about it. It brings on its septic stage more rapidly than most other remedies. അപ്പോൾ ഇതിൻ്റെ ഒരു ബാപ്റ്റീഷ്യയെ സംബന്ധിച്ചോളം വളരെ അസാധാരണമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ സുപ്രധാനമായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു പല ഔഷധങ്ങളെക്കാളും കൂടുതൽ വേഗത്തിൽ ഇതിൻ്റെ ആ ഒരു സെപ്റ്റിക് സ്റ്റേജ്, ഒരു രക്തത്തിൽ രക്തവിഷബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വളരെ വേഗത്തിൽ വരുന്നു. ഇപ്പോഴും നമുക്കറിയാമല്ലോ, രക്തത്തിൽ രക്തവിഷബാധ ഉണ്ടായി മരിച്ചുപോയി ആളുകൾ, മറ്റു പല അസുഖങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. രക്തവിഷബാധ ഉണ്ടായി മരിച്ചുപോയി. The zymotic complaints of arsenicum, phosphorus, rust and bryony are much lower in their pace. അപ്പം ഇത്തരം അവസ്ഥകൾ ആർസനിക്കിൽ നമുക്കറിയാം, ഫോസ്ഫറസ്, റസ്റ്റോക്സ്, ബ്രയോണി എല്ലാം നമ്മൾ കേട്ടുള്ള ഔഷധങ്ങളാണ്. ഇതിനോടൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ വേഗത്തിലാണ് ബാപ്റ്റീഷ്യ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഔഷധങ്ങൾ സാവകാശമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വേഗത സാവകാശം എന്ന് പറയുന്നത് ആപേക്ഷികമായ കാര്യമാണ്. അപ്പോൾ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ജിജ്ഞാസയുണ്ട്, എന്താണ് ബാപ്റ്റീഷ്യയുടെ വേഗത? എൻ്റെത് കുറച്ച് കഴിയുമ്പോൾ അത് കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ബാപ്റ്റീഷ്യ ഈസ് സ്യൂട്ടബിൾ ഫോർ ടൈഫോയിഡ്സ് ദാറ്റ് കം ഓൺ റാപ്പിഡ്ലി. വളരെ വേഗം വരുന്ന ടൈഫോയിഡ്, ജ്വരപ്പനി. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് സോ ഓഫൺ സ്യൂട്ടബിൾ ഇൻ ഇഡിയോപ്പതിക് ടൈഫോയിഡ്സ്. പഴയ ടൈപ്പുള്ള സാവകാശം വരുന്ന ടൈഫോയിഡുകൾക്ക് ഇത് പലപ്പോഴും ബാപ്റ്റീഷ്യ യോജിക്കില്ല. പലപ്പോഴും എന്നാണ് പറയുന്നത് കേട്ടോ, എപ്പോഴും എന്ന് പറയുന്നില്ല. അതിൻ്റെ ടോട്ടാലിറ്റി യോജിക്കുകയാണെങ്കിൽ അത് ഭരിക്കും. When an individual comes down suddenly from cold, from malaria, from drinking poisonous waters and from any zymotic or septic cause, he is hurled into bed in a few days instead of going through a period of 4, 5 or 6 weeks. അപ്പം ഇവിടെയാണ് ബാപ്റ്റീഷ്യയുടെ ആ ഒരു റാപ്പിഡിറ്റിയെ കുറിച്ച് നമുക്കൊരു സൂചന കിട്ടുന്നത്. 4, 5, 6 ആഴ്ചകൾ കൊണ്ട് ഒരാൾ രോഗശൈലിയിലാകുന്നു. എങ്ങനെ? വിഷവീര്യമുള്ള എന്തെങ്കിലും ദ്രാവകം, പോയ്സണസ് വാട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുടിവെള്ളത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ, ജലജന്യ രോഗങ്ങൾ. അപ്പോൾ വെള്ളത്തിലൂടെ വിഷബാധയുള്ള, അണുബാധയുള്ള വെള്ളം, അപ്പോൾ അത് നമ്മൾ സമകാലീന പ്രയോഗത്തിലേക്കാണ് വരുന്നത്. മലേറിയ,
മലമ്പനി, തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷകാരണങ്ങൾ, സൈമോട്ടിക്കോ സെപ്റ്റിക് കേസ്, എന്തെങ്കിലും പകർച്ചവ്യാധികൾ, ഇതൊക്കെ വന്നിട്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് കിടപ്പായി പോവുകയല്ല, പകരം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആള് തുടങ്ങി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആൾ കിടക്കയിലാവും. ഇതാണ് ബാക്ടീഷ്യയുടെ ഒരു റാപ്പിഡിറ്റിയെ കുറിച്ച് പറയുന്നത്. ദ ഓൾഡ് ഇഡിയോപ്പതിക് ടൈഫോയിഡ് ഫീവേഴ്സ് കം ഓൺ സ്ലോവർ. പഴയ ജ്വരപ്പനികൾ സാവകാശം വരുന്നത്. ബാക്ടീഷ്യ ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് ബ്ലഡ് പോയിസൺസ്. ബ്ലഡ് പോയിസൺ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. തുടർന്ന് അതിനെക്കുറിച്ച് കെന്റ് പറയുന്നുണ്ട്. ദോസ് ബ്ലഡ് പോയിസൺസ് ദാറ്റ് ആർ ഹൈലി സെപ്റ്റിക്, വളരെയധികം വിഷവീര്യമുള്ള രക്തവിഷബാധകൾ. രക്തത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ശരീരശാസ്ത്രവും ജീവശാസ്ത്രവും കൂടുതൽ പഠിച്ചവർക്ക് എന്താണ് ഇത്തരം സെപ്റ്റിക് കണ്ടീഷൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം അത്തരം സാഹചര്യങ്ങൾ, രക്തത്തിൽ വിഷം കലരുന്ന പല പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഹൈലി സെപ്റ്റിക് സച്ച് ആസ് ദ പ്യൂപ്പറൽ സ്റ്റേജ്, പ്രസവാനന്തര പ്രശ്നങ്ങൾ. എൻ്റെ ഒരു അമ്മായി ഇത്തരം കണ്ടീഷനിൽ മരിച്ചിട്ടുണ്ട്. പ്ലാസൻ്റ പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെട്ടില്ല. വളരെ വർഷം എൻ്റെ ചെറുപ്പത്തിലാണ് പുറന്തള്ളപ്പെട്ടില്ല. ഇത് ഉള്ളിൽ കിടന്ന് എറണാകുളത്ത് ഇന്ന് വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു ആശുപത്രിയുടെ ഒരു പ്രാഥമിക രൂപമാണെന്ന്. അവിടെ കിടന്ന് അവസാനം പറഞ്ഞു കേട്ടത് ഇതാണ്: രക്തത്തിൽ വിഷം കലർന്നു. ഇത് കിടന്ന് ഡീകമ്പോസ് ചെയ്യുകയെന്നും ചെയ്തിട്ടുണ്ടാവും. രക്തത്തിൽ വിഷം കലർന്നു. അപ്പോൾ അത്തരം അവസ്ഥകൾ അങ്ങനെ വരാൻ നേരത്ത് വളരെ വേഗം ആ അമ്മായി ഞാൻ പോയി കണ്ടത് ഓർക്കുന്നുണ്ട്. തീരെ കിടപ്പായി. ഞാൻ ചെന്ന് 2 ദിവസത്തിന് ശേഷം മരിച്ചുപോയി. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ബാപ്റ്റീഷ്യ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എത്ര ദിവസം കൊണ്ട് ഇത് വന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് ബാപ്റ്റീഷ്യ കേസായിരുന്നില്ല. അത് കുറച്ച് സമയമെടുത്തു. മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഈ പറഞ്ഞ ഒരു 2 ആഴ്ചയോളം എടുത്തിട്ടാണ് വന്നത്. പക്ഷേ വളരെ വേഗത്തിൽ വരുന്ന അവസ്ഥ, ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. അപ്പോൾ പ്രസവാനന്തര പ്രശ്നം, പെട്ടെന്ന് സ്കാർലറ്റ് ഫീവർ, ചെമ്പനി പെട്ടെന്ന് വരുന്ന. ചെമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് ഈ 87, 88 സമയങ്ങളിൽ ഞാൻ ഓർഗൺ വായിക്കുമ്പോൾ സ്കാർലറ്റ് ഫീവർ എന്താണെന്ന് ചോദിച്ചിട്ട് പലർക്കും അറിയില്ല. ടെക്സ്റ്റ് ബുക്ക് നോളജ് പലർക്കും MBBSകാർക്ക്, ഡോക്ടർമാർക്ക്, എൻ്റെ സുഹൃത്തുക്കളാണല്ലോ, അറിയാൻ പാടില്ലായിരുന്നു. എനിക്കന്ന് കിട്ടിയ ഒരു അറിവെന്ന് വെച്ചാൽ, ഏതാണ്ട് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു റഷ്യൻ സാഹിത്യകൃതി, ഒരു യുവ ഡോക്ടറാണ് അതിലെ നായകൻ. ആ നായകൻ ഇതേപോലെ പകർച്ചവ്യാധി, സ്കാർലറ്റ് ഫീവറിൻ്റെ പകർച്ചവ്യാധി വന്ന സമയത്ത് അവിടെ പോയി ശുശ്രൂഷ ചെയ്തു. അതിൻ്റെ കൃത്യമായിട്ട് ശാസ്ത്രീയത അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട രോഗിക്ക് ഒരു പഴുപ്പൊരു വലിയ കുരു പോലെ ഉണ്ടായി. ഇയാളുടെ കയ്യിലുണ്ടായ കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ കുരു പൊട്ടിച്ച് അയാൾക്ക് റിലീഫ് കൊടുക്കാൻ നോക്കി. പക്ഷേ ഈ പ്രവൃത്തിയുടെ ഇടയിൽ ഈ കത്തി കൊണ്ട് ഈ ഡോക്ടറുടെ ശരീരത്തിലും ചെറിയൊരു മുറിവുണ്ടായി. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുറേ ദൂരെയാണ്, പഴയ സോവിയറ്റ് യൂണിയൻ, വിശാലമായ സോവിയറ്റ് യൂണിയൻ. തിരിച്ച് മോസ്കോയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഇതേ അവസ്ഥ വന്നു, സ്കാർലറ്റ് ഫീവർ, ചെമ്പനി. അത് ഗോപാലകൃഷ്ണൻ, പ്രസിദ്ധനായ റഷ്യൻ മലയാളം വിവർത്തകൻ ഗോപാലകൃഷ്ണൻ എഴുതിയ വാക്കാണ് ചെമ്പനി. അത് വന്ന് അയാൾ മരിച്ചുപോയി ചെയ്തു. ആ യുവ ഡോക്ടർ മരിച്ചുപോയി ചെയ്യുന്നു. അപ്പോൾ ഈ രക്തത്തിൽ വിഷബാധ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. എനിക്ക് അത്തരം അറിവുകളെ എനിക്കിതിനെക്കുറിച്ചുള്ളൂ. അപ്പോൾ പ്രസവാനന്തര പ്രശ്നം, സ്കാർലറ്റ് ഫീവർ, അത്തരം സാഹചര്യങ്ങളിൽ ഏതാനും ദിവസം കൊണ്ട് ആൾ രോഗശീലമായി പോകുന്ന അവസ്ഥകളിൽ ബാപ്റ്റീഷ്യ ഉപകരിക്കും. ഹി കംസ് ഡൗൺ പെറാപ്സ് വിത്ത് ദ അപ്പിയറൻസ് ഓഫ് എ സഡൻ വയലന്റ് ബ്രേക്ക് ഡൗൺ. വളരെ പെട്ടെന്നുള്ള രൂക്ഷമായൊരു തകർച്ച, അയാളുടെ ആരോഗ്യാവസ്ഥ, അയാളുടെ ആരോഗ്യസ്ഥിതി പെട്ടെന്നൊരു തകർച്ച നേരിടുന്നു. വിത്ത് റെമിറ്റൻ ഫീവർ, തുടർന്ന് നിൽക്കുന്നൊരു പനി വരുന്നു. ആ പനി ഇങ്ങനെ മാറാതെ നിൽക്കുന്നു. ബട്ട് ഓൾ അറ്റ് വൺസ് ഇറ്റ് ടേൺസ് കണ്ടിന്യൂഡ് ആൻഡ് ടേക്സ് ഓൺ സെപ്റ്റിക് സിംറ്റംസ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പനി ഒരു സ്ഥിരമായ പനിയായി മാറുന്നു. അയാൾക്ക് സെപ്റ്റിക് കണ്ടീഷൻ, വിഷബാധ ഉണ്ടായ ലക്ഷണങ്ങൾ, വിറയല്, ശരീരം വിറക്കല്, കുളിര്, അങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നു. സോ മച്ച് ഫോർ ഇറ്റ്സ് പ്രോഗ്രസ് ആൻഡ് ഇറ്റ് പേസ്. അപ്പോൾ അതിൻ്റെ പുരോഗതിയും അതിൻ്റെ വേഗതയൊക്കെ നോക്കുമ്പോൾ അത് ബാക്ടീഷ്യക്ക് അനുയോജ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അസുഖപ്പെടുത്തും. ഇനി ഒരു പൊതുതത്വം കണ്ടു പറയുകയാണ്: എവറി മെഡിസിൻ മസ്റ്റ് ബി ഒബ്സർവ്ഡ് ആസ് ടു ഇറ്റ്സ് വെലോസിറ്റി, ആസ് ടു ഇറ്റ്സ് പേസ്, ആസ് ടു ഇറ്റ്സ് പീരിയോഡിസിറ്റി
ആസ് ടു ഇറ്റ്സ് മോഷൻ ആൻഡ് ഇറ്റ്സ് വേവ്. ഉണ്ടോ, ഒരു ഔഷധത്തിൻ്റെ ബഹുമുഖമായ സ്വഭാവങ്ങൾ, ഭാവങ്ങൾ. പീരിയോഡിസിറ്റി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ വെലോസിറ്റി വരുന്നതിൻ്റെ വേഗത, പേസ്, അതിൻ്റെ ഒരു ക്രമം, ഇറ്റ്സ് പീരിയോഡിസിറ്റി, ആവർത്തിച്ച് ഒരു ആവർത്തനം, എത്ര കാലങ്ങൾ ആവർത്തിച്ച് വരുന്നു. സോ ഇറ്റ്സ് മോഷൻ, അത് എങ്ങനെയൊക്കെ പോകുന്നു, ഏതൊക്കെ വഴിക്ക് മാറിപ്പോകുന്നു. ആൻഡ് ഇറ്റ്സ് വേവ്, തരംഗമായിട്ട് ഏറിയും കുറഞ്ഞും. തരംഗം എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ചയും താഴ്ചയും, അങ്ങനെ ഏറ്റവും കുറച്ചിലുകൾ. അങ്ങനെ ഔഷധത്തെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന എല്ലാവിധ തരത്തിലും ഒരു ഔഷധത്തെ മനസ്സിലാക്കിയിരിക്കണമെങ്കിലേ ഒരു രോഗാവസ്ഥയുടെ ഇത്തരം സ്വഭാവങ്ങളുമായി അതിനെ താരതമ്യം ചെയ്ത് കൃത്യമായ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒന്നോ രണ്ടോ ലക്ഷങ്ങൾ വെച്ചുകൊണ്ട്, പ്രൊമനൻ്റായ ചില ലക്ഷങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഈ കിലുക്കി കുത്തിയ പോലെ രക്ഷപ്പെടുമെന്നല്ലാതെ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഔഷധത്തെ ശരിയായ രീതിയിൽ പഠിക്കുക. ആ പഠിക്കുന്നതിന് കെൻഡ് തരുന്ന നല്ല സൂചനയാണ്. കണ്ടോ, അതൊന്നുകൂടി വായിക്കാം. എവറി മെഡിസിൻ മസ്റ്റ് ബി ഒബ്സർവ്ഡ് ആസ് ടു ഇറ്റ്സ് വെലോസിറ്റി, ആസ് ടു ഇറ്റ്സ് പേസ്, ആസ് ടു ഇറ്റ്സ് പീരിയോഡിസിറ്റി, ആസ് ടു ഇറ്റ്സ് മോഷൻ ആൻഡ് ഇറ്റ്സ് വേവ്. അങ്ങനെ ഔഷധത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സമഗ്രമായി ഗ്രഹിക്കാൻ ശ്രമിക്കുക. വി ഗെറ്റ് ദാറ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദി സിംറ്റംസ്. ലക്ഷണങ്ങളെ നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ലക്ഷണങ്ങളെ നിരീക്ഷിക്കുക. ലക്ഷണങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെ പോയി, എങ്ങനെ മാറ്റം വന്നു, ഏതൊക്കെ തരത്തിൽ അതിന് വ്യതിയാനങ്ങൾ വന്നു, ഏതൊക്കെ സമയത്ത് വന്നു. അപ്പോൾ ലക്ഷണങ്ങളെ നോക്കി, അത് സാമൂഹ്യ ഹനുമാൻ പറഞ്ഞ കാര്യം തന്നെ. ലക്ഷണങ്ങളല്ലാതെ ഒരു രോഗാവസ്ഥയിൽ രോഗശമനത്തിന് ഒരു ഔഷധത്തെ ചൂണ്ടിക്കാണിക്കാൻ മറ്റെന്താണ് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത്? ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ലക്ഷണങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. യു ടേക്ക് ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് ബീൻ ഡൗൺ ഇൻ എ മൈൻ, ഇൻ എ സ്വാമ്പ്, ഡൗൺ ഇൻ എ മഡ്, ഇൻ ദ സീവേഴ്സ്, ഹു ഹാസ് ഇൻഹേൽഡ് four gases, who goes into bed with a sort of stupor. From the very beginning he feels stupid. അപ്പോൾ ഖനികളിൽ ജോലി ചെയ്യുന്നവർ, വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ, ചെളിയിൽ, മാലിന്യ കുഴലുകളിൽ, അവിടെയൊക്കെ മീഥേൻ വാതകം, അങ്ങനെയുള്ള വിഷകരമായ വാതകങ്ങളുണ്ടാകും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, കൽക്കരി ഖനികൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള വിഷവാതകങ്ങളുമായിട്ട് സമ്പർക്കം വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു മൗഢ്യം വരുന്നു. തുടക്കം തന്നെ അയാളുടെ രോഗാവസ്ഥ, അയാളുടെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ അയാൾക്കൊരു സ്റ്റുപ്പിഡിറ്റി ഉണ്ട്, ഒരു മൗഢ്യം അയാൾക്കുണ്ട്. ഹീസ് പ്രൊസ്ട്രേറ്റഡ്, അയാളെ തളർന്നു പോകുന്നു. ഹിസ് ഫേസ് ഇസ് മോട്ടിൽ, മുഖത്തൊക്കെ പുള്ളിക്കുത്തുകൾ, പാടുകൾ വരുന്നു. സോഴ്സ് ബിഗിൻ ടു അപ്പിയർ ഓൺ ദ ടീത്ത് മച്ച് ഏർലിയർ ദാൻ ഇൻ റെഗുലർ ടൈഫോയിഡ്. സാധാരണ ടൈഫോയിഡിൽ പല്ലിലും നാവിലും മറ്റൊക്കെ പൊറ്റ ഇങ്ങനെ പിടിച്ച പോലെ പിടിക്കും. അങ്ങനെ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പല്ലുകളിൽ പൊറ്റ പ്രത്യക്ഷപ്പെടുന്നു, വേഗത. ദ അബ്ഡമൻ ബിക്കംസ് ഡിസ്റ്റൻഡ് മച്ച് ഏർലിയർ ദാൻ എ റെഗുലർ ടൈഫോയിഡ്. സാധാരണ ടൈഫോയിഡിനേക്കാൾ വേഗത്തിൽ അടിവയറ് വീർത്ത് കെട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് വൺ ഹു ഈസ് അക്കസ്റ്റംഡ് ടു ഒബ്സർവിംഗ് ദീസ് തിങ്സ് നോസ് ദേ ആർ പോസ്റ്റ്പോൺഡ് ഫോർ എ നമ്പർ ഓഫ് ഡേയ്സ്. While with this remedy, the third day, the abdomen is distended. വീണ്ടും ബാപ്റ്റിഷ്യർ സമയത്തെക്കുറിച്ചൊരു സൂചന. ഇത്തരം ലക്ഷണങ്ങൾ, ഇത്തരം രോഗാവസ്ഥ ലക്ഷണങ്ങളുടെ വരവും പോക്കും നിരീക്ഷിച്ചവർക്ക് മനസ്സിലാകാം. ഏതാനും ദിവസങ്ങൾ, കുറേ ദിവസങ്ങൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെ നീണ്ടു പോകും. പക്ഷേ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ മൂന്നാം ദിവസം, ഏറി വന്ന മൂന്നാം ദിവസം ആള് വയ്യാതായി, കിടപ്പായി, വയറ് വീർത്ത് കെട്ടിക്കഴിഞ്ഞു. ഹിസ് മൗത്ത് ഈസ് ബ്ലീഡിങ്, വായിൽ നിന്ന് രക്തസ്രാവം വരുന്നു. ആൻഡ് ഇസ് പ്യൂട്ടിഷ്, ആകെ ദുർഗന്ധമൊക്കെ വരുന്നു, പഴുപ്പുണ്ടായി. ഹിസ് ഓഡേഴ്സ് ആർ ഹൊറിബിൾ, വല്ലാത്ത ഭയാനകമായ ഗന്ധം വരുന്നു. അയാളിൽ നിന്ന് വരുന്ന വായു, കീഴ്വായു, മേൽവായു, ശ്വാസം, ഇതിലൊക്കെ വിസർജ്യങ്ങൾ, ഇതിലൊക്കെ ഭയാനകമായ ഗന്ധം വരുന്നു. ആൻഡ് ഹീസ് ഇൻ എ മാർക്ഡ് സ്റ്റേറ്റ് ഓഫ് ഡെലിറിയം, അയാളാകെ വിഭ്രാന്തി അയാൾക്ക് വരുന്നു, ശ്രദ്ധേയമായ തരത്തിലൊക്കെ വിഭ്രാന്തി വരുന്നു. സച്ച് ആസ് വുഡ് നോട്ട് ബി എക്സ്പെക്ടഡ് അണ്ടിൽ ദ ടൈഫോയിഡ് ഈസ് ഔട്ട് ഫോർ മെനി ഡേയ്സ്. സാധാരണഗതിയിലൊരു ജ്വരപ്പനി, ഒരു ടൈഫോയിഡ് ഉണ്ടായി നിരവധി ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഈ ഡെലിറിയം, ഈ വിഭ്രാന്തി, പക്ഷെ ഇയാളുടെ കാര്യത്തിൽ മൂന്നാമത്തെ നാലാമത്തെ ദിവസത്തിന് വരുന്നു. അതാണ് ബാക്ടീഷ്യയുടെ വേഗതയെക്കുറിച്ച് പറയുന്നത്. സോ ഇറ്റ് ഹാസ് റാപ്പിഡ് റണ്ണിങ് ഡിസീസ്, വളരെ വേഗം വരുന്ന പ്രവർത്തിക്കുന്ന രോഗാവസ്ഥകൾ.
ഇറ്റ് ഹസ് വെലോസിറ്റി, അതിനൊരു പ്രവേഗമുണ്ട്, ഒരു നിശ്ചിത പ്രവേഗമുണ്ട്. ദാറ്റ് ഈസ് ഹീസ് ഗോയിങ് ഡൗൺ ടുവേഴ്സ് ഡെത്ത് റാപ്പിഡ്ലി. കുറച്ചുകൂടി വ്യക്തമായിട്ട് കെന്റ് പറയാണ്, അയാൾ കുറെ കൂടി വേഗത്തിൽ മരണത്തോടെടുക്കുകയാണ്. മാരകമായ അവസ്ഥ ആണ്. ഞാൻ തുടക്കത്തെ പറയുന്നത്, ഒരു തരത്തിൽ ഇതൊരു ജീവൻ രക്ഷാ ഔഷധമാണ് ബാക്ടീഷ്യ. നമ്മുടെ ഒട്ടുമിക്ക ഔഷധങ്ങളും ജീവൻ രക്ഷാ ഔഷധങ്ങൾ തന്നെയാണ്. ബാക്ടീഷ്യ പോലുള്ള ഔഷധ കാര്യത്തിൽ സവിശേഷമായതാണ് അവസ്ഥിതി. ഹീസ് ഇൻക്രീസിങ് ഇൻ ഹിസ് പ്രൊസ്ട്രേഷൻ മോർ റാപ്പിഡ്ലി ദാൻ യൂഷ്വൽ. സാധാരണയേക്കാൾ കൂടുതൽ ഈ പ്രൊസ്ട്രേഷൻ്റെ പോക്ക് നമ്മൾ ആശ്രയിക്കലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ വേഗത്തിൽ പ്രൊസ്ട്രേഷനിലേക്ക് പോകുന്നു ബാക്ടീഷ്യ പേഷ്യൻ്റ് ആണെങ്കിൽ. ഇറ്റ്സ് നോട്ട് എ ഗ്രാജുവൽ ഡിക്ലൈൻ ഓഫ് ഡേയ്സ് ആൻഡ് വീക്സ്. കുറേ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന ഒരു ആരോഗ്യ തകർച്ചയല്ല ഇത്. ഹി ഗോസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പർ. വളരെ വേഗം അയാളൊരു മാന്യത്തിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക വാക്ക്, ബാക്ടീഷ്യ കാര്യത്തിൽ ഒരു മാന്യം, സ്റ്റുപ്പിഡിറ്റി. വെൻ അറോസ് ഹി ടേക്സ് ഓൺ ഡെലിറിയം. ആ ഈ സ്റ്റുപ്പിഡിറ്റി അയാളെ നമ്മൾ ഉണർത്താൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പേടി തോന്നും, മരിച്ചു പോകുമ്പോഴും പേടിയുണ്ട്. ഉണർത്താൻ ശ്രമിച്ചാലോ അയാൾക്കായ ഡെലിറിയം, വിഭ്രാന്തിയിലേക്കാണ് അയാൾ ഉണരുന്നത്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെദർ ഇറ്റ് ഈസ് സ്കാർലറ്റ് ഫീവർ ഓർ ടൈഫോയിഡ് ഫീവർ ഓർ എ സെപ്റ്റിക് സർജിക്കൽ ഫീവർ ഓർ എ പ്യൂർപ്പർ ഫീവർ ഓർ വാട്ട്. എന്തായാലും കുഴപ്പമില്ല. കണ്ടോ, ഈ രോഗങ്ങൾക്ക് കൊടുക്കുന്ന പേരുകളിൽ ഒരു കാര്യമില്ല ഹോമിയോപ്പതിയിൽ. അത് കെന്റ് പറയാണ്. അത് എന്തുമായിക്കോട്ടെ, പ്രസവാനന്തരമുണ്ടായ പ്രശ്നമായിക്കോട്ടെ, സെപ്റ്റിക് സർജിക്കൽ ഫീവർ ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം, റഷ്യൻ സാഹിത്യത്തിലെ കഥാപാത്രം, അങ്ങനെ വന്ന ഒരു സർജിക്കൽ കണ്ടീഷനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തുമായിക്കോട്ടെ, ടൈഫോയിഡ് എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഹി ഹാസ് ഫീവർ ആൻഡ് യു ലുക്ക് അറ്റ് ഹിം. അയാൾക്ക് പനിയുണ്ട്, നിങ്ങൾ അയാളെ നോക്കുക. ആൻഡ് ടോക്ക് ടു ഹിം, അയാൾ സംസാരിക്കുക. ആൻഡ് ടേൺ ഹിം ഓവർ, അയാളിൽ നിന്ന് മാറി നോക്കുക. റോസ് ഹിം, അയാൾ ഉണർത്താൻ നോക്കുക. ആൻഡ് മേക്സ് ഹിം റിയലൈസ് ദാറ്റ് യു വാണ്ട് ടു സേ സംതിങ് ടു ഹിം. നിങ്ങൾ അയാളുടെ എന്തോ പറയാനുണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തുക. വിച്ച് ഇസ് ഡിഫിക്കൽട്ട്. അങ്ങനെ പറയുക പ്രയാസമാണ്. ഹി ഗിവ്സ് യു ദ ഇംപ്രഷൻ ദാറ്റ് ഹി ഹാസ് ബീൻ ഓൺ എ ബിഗ് ഡ്രങ്ക്. അയാൾ വല്ലാതെ കുടിച്ച് മതോന്മത്തനായിരിക്കുകയാണെന്നുള്ള തോന്നല് നിങ്ങൾക്ക് അയാൾ തരും. അതാണ് അയാളെ സ്റ്റുപ്പർ. അപ്പോൾ അത് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ട്, ടൈഫോയിഡ് ആണോ, സ്കാർലറ്റ് ഫീവർ ആണോ, പ്യൂപ്പർ ഫീവർ ആണോ, എന്ത് കുന്തമാനും കുഴപ്പമില്ല. ഹോമിയോപ്പതിയിൽ രോഗങ്ങളുടെ പേരുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ കെന്റ് ഇവിടെ മറ്റൊരു തരത്തിൽ ബാക്ടീഷ്യയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. നിങ്ങളിതൊക്കെ എപ്പോഴും ഓർത്തിരിക്കുക. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അയാളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. അയാളുടെ പനിയുടെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അയാളുടെ മുഖഭാവം, അയാളുടെ പ്രതികരണം, അയാൾ ഉണർത്താൻ ശ്രമിക്കുക. അല്ല എങ്ങനെ പ്രതികരിക്കുന്നു അറിയുക. ഉണർത്തുമ്പോൾ അയാളുടെ പ്രതികരണം എങ്ങനെയാണ്? കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന പോലെ. അതാണ് അയാളുടെ സ്റ്റുപ്പർ, സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പർ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഔഷധത്തിലേക്ക് എത്തേണ്ടത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തോട്ട് യു വിൽ ഹാവ് ഇൻ ദ ബാക്ടീഷ്യ കേസ്. ബാക്ടീഷ്യയുടെ കേസിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ ചിന്ത ഏതാണ്? ഹിസ് കോൺഫിഡൻസ് ഈസ് ഡിസോർഡഡ്. അയാളുടെ മുഖമാകെ വാടിയിരിക്കുന്നു. അയാളുടെ മുഖഭാവം ഇറ്റ് ഈസ് ബ്ലോട്ടഡ് ആൻഡ് പേർപ്പിൾ ആൻഡ് മോട്ടൽഡ്. അത് വീർത്തിരിക്കുന്നു, പുള്ളിക്കുത്ത് വന്നിരിക്കുന്നു, പർപ്പിൾ കളർ, വയറ്റ് നിറം, നീലിച്ചത്, അങ്ങനെ ഇരിക്കുന്നു. ബ്ലഡ് ഊസസ് ഫ്രം ദിസ് മൗത്ത്. അയാളുടെ വായിൽ നിന്നും രക്തം സ്രവിക്കുന്നു. യു ഹാവ് സീൻ ദ ഡിസോർഡർ കോൺഫിഡൻസ് ഓഫ് ഡ്രങ്കാർഡ്സ്. കുടിയന്മാരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചീർത്ത് കെട്ടിയിരിക്കുന്ന വല്ലാതായിരിക്കുന്ന മുഖം. ആൻഡ് ഈസ് ലൈക്ക് ആൻ ഓൾഡ് ഡ്രങ്കാർഡ്. ബാക്ടീഷ്യ പേഷ്യൻ്റ് ഇത്തരം അവസ്ഥ, അയാളുടെ സ്റ്റുപ്പറിൻ്റെ അവസ്ഥയിൽ അയാളൊരു പഴകിയ ഒരു കുടിച്ച് ആകെ താളം തെറ്റിയൊരു മനുഷ്യൻ്റെ അവസ്ഥയായിരിക്കും ഉള്ളത്. കണ്ടോ ബാക്ടീഷ്യ ചിത്രം. ഹിസ് മൈൻഡ് സീംസ് ടു ബി ഗോൺ. അയാളുടെ മനസ്സ് പോയി. മനസ്സ് നേരെ അവസ്ഥയിൽ അയാളിലില്ല. അയാൾ സ്റ്റുപ്പറിലാണ്. ഹി ഡസ് നോട്ട് നോ വാട്ട് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട്. എന്താണ് സംസാരിക്കുന്നത് അയാൾക്ക് അറിയില്ല. ഹീസ് ഇൻ എ കൺഫ്യൂഷൻ. അയാൾക്ക് ആശയക്കുഴപ്പത്തിലാണ്. ആൻഡ് വെൻ അറൗസ്ഡ് ഹി അറ്റംപ്റ്റ്സ് ടു സേ സംതിങ്. അപ്പോൾ അതാണ് അയാൾ ഉണർത്താൻ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നത്. ഉണർത്തുമ്പോൾ അയാളുടെ പ്രതികരണം, അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അട്ടേഴ്സ് എ വേർഡ് ഓർ ടു. ഒന്നോ രണ്ടോ വാക്കുകൾ അയാൾ എങ്ങനെയൊക്കെ അയാൾ മന്ത്രിക്കുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾ ഫിറ്റ്സ് അവേ. ആ വാക്കുകളൊക്കെ ഇങ്ങനെ അയാളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവുകയാണ്, പതറിപ്പോവുകയാണ്. ആൻഡ് ഹീസ് ബാക്ക് ഇൻ ഹിസ് സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പർ അഗെയിൻ. അയാൾ വീണ്ടും പഴയ ഒരു മാന്യത്തിലേക്ക് അയാൾ വീണു പോകുന്നു. കണ്ടോ എങ്ങനെയാണ് ഒരു ബാക്ടീഷ്യ പേഷ്യൻ്റ് ബിഹേവ് ചെയ്യാമെന്ന് എന്ന് പറയുന്നത്. നോ മാറ്റർ വാട്ട് ഡിസീസ് ദാറ്റ് കംസ് ഇൻ.
ഉണ്ടോ? വീണ്ടും പറയാണ്, ഏത് രോഗാവസ്ഥയിലാണ് രോഗത്തിൻ്റെ പേരെന്തെങ്കിലും ആവട്ടെ അത് വരുന്നത് എന്നുള്ളത് ഒരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല, നോ മാറ്റർ അറ്റ് ഓൾ. ഇഫ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ബ്ലഡ്, ആ രക്തത്തിൻ്റെ അവസ്ഥ that can give rise to such symptoms and such sepsis is present. ഇത്തരം രക്തവിഷബാധ, അത്തരം ലക്ഷണങ്ങൾ തരാൻ പറ്റുന്ന തരത്തിൽ അയാളുടെ രക്തം വിഷലിപ്തമായി, ഇഫ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ് ഈസ് പ്രസന്റ്, അതിനോടൊപ്പം ഈ പറയുന്ന ഒരു മാനസികാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സ്റ്റുപ്പർ, ഒരു ക്രോണിക് ഡ്രങ്കാർഡിൻ്റെ അവസ്ഥ അതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബാക്ടീഷ്യ. അത് ബാക്ടീഷ്യ ആണ്. അത് പേര് ടൈഫോയിഡ് എന്നാണോ, പ്യൂപ്പറൽ ഫീവർ എന്നാണോ, ഡിഫ്തീരിയ എന്നാണോ, എന്ത് വായിക്കലുണ്ട്. അയാളുടെ രക്തം വിഷലിപ്തമായി, അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളുണ്ട്. അയാളുടെ മനസ്സിങ്ങനെയാണ്, മനസ്സ് മാന്യത്തിലാണ്, മൗഢ്യത്തിലാണ്. അങ്ങനെ ആ ലക്ഷണങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ അത് ബാക്ടീഷ്യ, ഇറ്റ് ഈസ് ബാക്ടീഷ്യ. യാതൊരു സംശയമില്ല, അസന്ദിഗ്ധമായി കണ്ടു പറയുകയാണ്, അത് ബാക്ടീഷ്യയാണ്. കണ്ടോ, എത്രയോ പ്രധാനപ്പെട്ട ഔഷധമാണെന്ന് നോക്കുക. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്കൊരു വിശദാംശങ്ങൾ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.